ഷാഡോ ഓഫ് നേച്ചർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ വീണ്ടും ഞങ്ങൾ ഹെൽത്തി ആയിട്ടൊരു ഫുഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരു കൊണ്ട് തന്നെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താണ് അനിക്കുട്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്? ചക്കക്കുരു കൊണ്ടൊരു കട്ട്ലൈറ്റ്. അതെ, ചക്കക്കുരു കൊണ്ടൊരു കട്ട്ലൈറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനത് ഉണ്ടാക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ അരിക്കുട്ടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഫ്രണ്ട്സ്. കൂട്ടുകാരെ, നമുക്ക് അതിന് എന്തൊക്കെയാ സാധനം നോക്കാം. നമ്മുടെ പ്രധാനപ്പെട്ട സാധനം ചക്കക്കുരു. ഞാൻ 10 രൂപ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതുകൂടാതെ കരിയാപ്പില, ചെറുതായിട്ട് അരിഞ്ഞ സവാള, മുളക് 2 മുളക്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കരിയാപ്പില, പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പൊടി. ഇത്രയും മതി ഇതിനാവശ്യമായി. നമുക്ക് ആദ്യം ഈ ചക്കക്കുരു നമുക്ക് വേവിച്ചെടുക്കാം. ഇതിൻ്റെ തൊലി കളഞ്ഞുള്ളൂ, ഇതിൻ്റെ ബ്രൗൺ കളർ ഒന്നും കളഞ്ഞിട്ടില്ല. നമുക്കിത് കുക്കറിലിട്ട് ഒരു 6 അടി അടിച്ച് വേവിച്ചെടുക്കാം. അത് നമ്മുടെ ചക്കക്കുരു കുക്കറിലോട്ട് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട് ഈ കൂട്ടത്തിൽ ചക്കക്കുരു വേകാനായിട്ട്. നമ്മൾ തൊലി കളഞ്ഞിട്ടില്ല. നമുക്ക് ചക്കക്കുരു വളരെ ആരോഗ്യപ്രദമാണ്, റിച്ച് ഓഫ് അയണാണ്. നമ്മുടെ അയൺ കണ്ടന്റ് ഏറ്റവും കൂടുതൽ. ആരും കളയരുത്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. നമുക്കിത് കുക്കർ വെച്ച് 6 അടി അടിച്ചെടുക്കാം. നമുക്കൊരു 6 വിസിൽ വരെ അടിച്ചെടുക്കാം. അത് വേവട്ടെ. അത് കൂടുതൽ നമുക്ക് ഒരു ഇതറിയാമല്ലോ, ചക്കക്കുരുവിന്റെ ഒരു വേവ്. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് കുറച്ച് വെന്ത് പോയാലും കുഴപ്പമില്ല. അടപ്പ് വെച്ച് വെച്ചാലും മതി. അടപ്പ് വെച്ച് വെന്തോ നല്ലതായിട്ട് വെന്തെടുക്കണം. 6 വിസില്. നമുക്ക് നോക്കാം എന്തോ എന്ന്. അത് കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ ചെയ്യും. ആദ്യം കൂട്ടുകാരെ, നമ്മുടെ ചക്കക്കുരു വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറൊക്കെ ഓഫ് ചെയ്ത് അതവിടെയും തണുക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചട്ടിക്കകത്തുനിന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. അതാണ് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അടി തീ വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കൂട്ടുകാരെ, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ ആട്ടി വെളിച്ചെണ്ണ കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി അങ്ങോട്ടിടാം. ഇതങ്ങോട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും ഈ സവാളയും കരിയാപ്പിലയും ഈ മസാല എല്ലാം കൂടി ഇടാം. ജസ്റ്റ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായാൽ മതി. ഇന്നത്തേക്ക് നമുക്ക് പച്ചമുളക് കൂടി ഇടാം. അതൊന്ന് മൂത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളക് ഇടാം, ഈ സവാള ഇടാം. സവാള എല്ലാം ഇട്ട് നമുക്ക് ഇച്ചിരി ഉപ്പുകൂടി ഇടാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ചക്കക്കുരുവിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഈ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പിട്ടാൽ മതി. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം ഉപ്പുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാകുന്ന നമ്മൾ ഇത് ഇളക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ ആണ് കേട്ടോ. ഇവിടെ കിടന്നൊന്ന് മൂക്കട്ടെ. ചെറിയ തീ കിടന്ന് വേവിക്കണം. കൂട്ടുകാരെ കണ്ടോ, നമ്മുടെ ചക്കക്കുരു കണ്ടോ, ഇത് കറക്റ്റ് വേവ് കണ്ടോ, ഞെങ്ങുന്നു കണ്ടോ. ഇതാണ് വേവ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മളൊരു ചക്കക്കുരു എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഞെവിടി നോക്കണം. അപ്പം ആണ്ടോ, ഇത് ഞെവിടി ഇപ്പം തന്നെ ബെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കറക്റ്റ് വേവ്. അപ്പം അങ്ങനെ എടുക്കാം. ഇതുപോലെ ഞെവിടി നോക്കുമ്പോൾ നമുക്കറിയാം ആ ഒരു വേവ്. നമ്മൾ കിഴങ്ങൊക്കെ വേവിച്ച് വരുന്ന ആ ഒരു വേവ് നമുക്ക് കിട്ടും. കൂട്ടത്തിൽ തന്നെ നമുക്ക് കരിയാപ്പില ഇടാവേ. നമുക്ക് കരിയാപ്പില എങ്ങനെ ഇടുന്നേക്കാളും നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ മുറിച്ചിട്ടാൽ നല്ല ഇതായിരിക്കും. ആ ഫ്ലേവർ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നമ്മുടെ നാടൻ കരിയാപ്പില ആയതുകൊണ്ടാണ് ഇത്ര കിട്ടത് കേട്ടോ ഗൈസ്. നമ്മുടെ സ്വന്തം പറമ്പിലുള്ള നമ്മുടെ സ്വന്തം കരിയാപ്പില. രാത്രിയായിപ്പോയി, എല്ലാവരുമെങ്കിൽ കരിയാപ്പിലയുടെ വീഡിയോ കാണിക്കാമായിരുന്നു. അപ്പോൾ ഒരു ബ്രൗൺ കളർ വരുന്നിടം വരെ ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. അതും കൂട്ടുകാരെ, ഇത് ചെറു ചൂടോടെ തന്നെ നമ്മുടെ മിക്സഡ് ജാമിനകത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തൊന്ന് അരച്ചെടുക്കാം.
ആവശ്യമുള്ളവരൊക്കെ വെള്ളം ചേർത്ത് കേട്ടോ. വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതാണ് അരച്ചെടുക്കുന്നത്. നമ്മുടെ ഉള്ളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാല കൂട്ട് 1/2 സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. നമുക്കിത് ഇത്ര ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിനൊരു പ്രത്യേക മണം വരും. വേണ്ടവർക്ക് കുറച്ച് അവിടെ പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇടാം. കുറച്ച് മതി കേട്ടോ, നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ട് നമ്മളിന്ന് ക്രഷ് ചെയ്തെടുത്ത സാധനം, നമ്മുടെ ചക്കക്കുരു, വേവിച്ച ചക്കക്കുരു, നമുക്ക് ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് തീ നിർത്തിയിട്ട് വേണം ഇത് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമുക്ക് ഇച്ചിരി കടലമാവോട് ഇട്ട് നമുക്ക് കട്ട്ലേറ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. കണ്ടോ, നമ്മുടെ ഈ ചക്കക്കുരു ഇതെല്ലാം ഇളക്കിയ മസാല എല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലോട്ടിടാം. ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കടലപ്പൊടി, ഒത്തിരി വേണ്ട, കുറച്ച് കടലപ്പൊടി ഇടാം. കുറച്ച് കടലപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് ഞെവിടി എടുക്കുക. അതുകൊണ്ട് നന്നായിട്ട് ഞെവിടി എടുക്കണം. കണ്ടോ, നന്നായിട്ട് ഞെവിടി ഇളക്കി മസാല എല്ലാം ആക്കി നമുക്കിത് ഇളക്കിയെടുക്കാം. കൂട്ടുകാരെ, നമ്മൾ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമ്മുടെ കട്ട്ലേറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ റൗണ്ടായിട്ടോ എങ്ങനെ വേണമെങ്കിലും അവരോട് ഇഷ്ടം പോലെ എടുക്കാം. ഞാൻ അന്നേരത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പ് ചൂടാകാൻ വേണ്ടി. നമ്മുടെ കുഴച്ച് വെച്ചിരുന്ന ചക്കക്കുരു എല്ലാം നമ്മൾ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചട്ടി കണ്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ സമയം കൊണ്ട് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിക്കാം. മതി, വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ചൂടായിട്ട് നമുക്ക് ഓരോന്നോരോന്ന് മുരിച്ചെടുക്കാം. ഇത്തരം കൂട്ടുകാരെ, നമ്മുടെ ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് വറുത്തെടുക്കാം. ഇനി ആരും ചക്കക്കുരു കളയരുത്. ചക്കക്കുരു ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. വളരെ ഹെൽത്തി ഫുഡാണ് കേട്ടോ. നമ്മൾ ഇതൊന്നും പാഴാക്കരുത്. നമുക്ക് പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലൊക്കെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് 4 മണിക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചെറിയ തീയിലിട്ട് നമുക്കത് മുരിച്ചെടുക്കാം. അതൊന്ന് വേവട്ടെ. ഒരു സൈഡ് വേകുമ്പോൾ നമുക്ക് തിരിച്ചിടാം. കൂട്ടുകാരെ, നമ്മുടെ ചക്കക്കുരു കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അധികം ഓയിൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് പാനിലും ട്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഫ്രൈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിലില്ല, നമ്മുടെ ചട്ടിക്കകത്തിട്ട് ഉണ്ടാക്കി എടുക്കുന്നതായിരിക്കാം. എങ്ങനെയായാലും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കട്ട്ലേറ്റ് കേട്ടോ, നമ്മുടെ ചക്കക്കുരു കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനാണ് ടെസ്റ്റർ. അപ്പം ഞാനത് കഴിച്ച് നോക്കട്ടെ നമ്മുടെ അലിക്കുട്ടിയുടെ കട്ട്ലേറ്റ് എങ്ങനെയുണ്ട് എന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം ഞാൻ പറയാം. ആ മസാലയും അതുപോലെ കരിയാപ്പല എല്ലാം കൂടെ ഒന്ന് മിക്സായി വന്നപ്പോൾ ഇത് ചക്കക്കുരുവാണെന്ന് പറയില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു 4 മണി പലഹാരം പോലെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളെ അറിയിക്കാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇനി വീണ്ടും ഞങ്ങൾ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ചക്കക്കുരു കൊണ്ട് ഒരുപാട് ഫുഡുകൾ ഉണ്ടാക്കാം. ഇനി അടുത്ത ഒരു വെറൈറ്റി ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു. താങ്ക് യു.